നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് എന്തൊക്കെയുണ്ട്? ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ ഒരു ചൊല്ലുണ്ട്, കൊണ്ട് നടന്നത് നീയെ ചാപ്പ, ഒടുവിൽ കൊലയ്ക്ക് വേണ്ടി കൊടുത്തത് നീയെ ചാപ്പ എന്ന മറ്റൊരു പഴയ വടക്കം പാട്ടുമായി ബന്ധപ്പെട്ടൊരു ചൊല്ലുണ്ട്. ഇവിടെ നമ്മുടെ പിണറായിയെ എന്താണ് കാരണഭൂതനാക്കിയ അതേ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഇന്ന് പറയുകയാണ് ഇയാളെ തൂക്കിയെടുത്ത് വെളിയിൽ കളയണമെന്നാണ്. അയാളാണ് ശരിക്കും തോൽവിയുടെ കാരണഭൂതൻ എന്ന് പറയും അല്ലേ? അതെ, പാറശാല ഏരിയ കമ്മിറ്റി അംഗം, ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് അജയകുമാർ. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, 2021 കോവിഡ് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം. ഈ സമയത്താണ് സകലമാന കോവിഡ് പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് പാറശാല ഏരിയ കമ്മിറ്റി CPM-ന്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മെഗാ തിരുവാതിര, സ്ത്രീകൾ പങ്കെടുത്ത മെഗാ തിരുവാതിര നടക്കുന്നത്. അന്ന് ആ തിരുവാതിരയ്ക്ക് വേണ്ടി ഒരു ഗാനം ചിട്ടപ്പെടുത്തി. സാധാരണ നമ്മൾ തിരുവാതിര കളിക്കുമ്പം കുമാരവിഭോ അല്ലെങ്കിൽ ഇപ്പൊ വന്ന് പാർവണേന്ദു, മുഖി, പാർവതി, ഇപ്പൊ എല്ലായിടത്തും തിരുവാതിര കളിക്കാർ ഒരുപാട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ, കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓരോ കരയോഗത്തിനും ഓരോ തിരുവാതിര ടീം വെച്ച്, അത് കരയോഗത്തിന് മാത്രമല്ല SNDP-യുടെ സ്ഥലത്തുമുണ്ട്. അല്ലാതെ പിന്നെ കുറച്ച് യുവതികൾ, മധ്യവയസ്കരായിട്ടുള്ള യുവതികൾ, അങ്ങനെ ഒരുപാട് പേര്, അത് അവർക്കൊക്കെ അവരുടെ ആ ഒരു കല ഇത് പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് സത്യത്തിൽ. അത് നല്ല രസമാണ്. ഇവരൊക്കെ ഈ ഒരുങ്ങി കത്തി വന്ന് നിന്ന് കളിച്ച് എല്ലാ അമ്പലങ്ങളിലും ഉത്സവത്തിന് ഇപ്പൊ ഓരോ ടീമിന്റെ തിരുവാതിരകൾ ഓരോ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട തിരുവനന്തപുരം പ്രമുഖ ഹാളിന്റെ മുന്നേ കൂടെ പോകുമ്പോൾ ഒരു സംഘടനയുടെ പരിപാടി നടക്കുക. അപ്പോൾ അവിടെ അനൗൺസ്മെന്റ് വരുന്നുണ്ട്, തിരുവാതിര ആരംഭിക്കാൻ പോകണം, പക്ഷെ കാണാൻ ആളില്ല. അതുകൊണ്ട് എല്ലാവരും ദയവായി പുറത്ത് നിൽക്കുന്ന എല്ലാവരും സ്റ്റേജിനുള്ളിലേക്ക് കടന്നിരിക്കണം. അത് എന്തോ ഒരു സംഘടനയുടെ പരിപാടിയാണ്. അവർ കഷ്ടപ്പെട്ട് പഠിച്ചത് സംഘടനപ്പെട്ട ആളുകൾ അവതരിപ്പിക്കുന്ന നിർത്താനായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോഴുള്ള ഈ ഗ്രൂപ്പ് തിരുവാതിരകളുണ്ടല്ലോ, ഓരോ അമ്പലങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും നടക്കുന്ന തിരുവാതിര, ഇതിന്റെയൊക്കെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നു ഈ കാരണഭൂതത്തിന്റെ ഈ തിരുവാതിര നമ്മുടെ കേരളത്തിന്റെ അങ്ങേറ്റത്തെ അതിർത്തിയിൽ തുടങ്ങിയതാണ്. അതായത് കോവിഡിന് ശേഷം കാണപ്പെട്ട ഒരു കലാരൂപമാണ് ഇത്. ഏതാണ് ഈ മെഗാ തിരുവാതിര? ഈ മെഗാ തിരുവാതിര ഒരു പാട്ട് പ്രത്യേകം അദ്ദേഹത്തിന് വേണ്ടി രചിക്കപ്പെടുകയുണ്ടായി. എന്ന് പറഞ്ഞാല്, ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ സഖാവ് തന്നെ. ഇന്നീ പാർട്ടി ലോകം മുഴുവൻ ശോഭിച്ചിടാൻ കാരണഭൂതൻ. ലോകത്ത് ഏത് ലോകത്താണ് ഇന്ന് ഈ പ്രസ്ഥാനം ഉള്ളതെന്ന് അപ്പൊ അദ്ദേഹത്തിന് ഇത് കണ്ട് അദ്ദേഹം ഒന്ന് ഉൾപ്പുളകം കൊണ്ടു, ഒന്ന് കോൾമേർ കൊണ്ടിരിക്കണം. കാരണം ഈ മറ്റേ നമ്മുടെ ദേവേന്ദ്രൻ മറ്റേ സ്വർഗ്ഗദേവ അവിടുത്തെ ദേവതമാരുടെ നൃത്തമൊക്കെ കണ്ട് അദ്ദേഹം നർത്തകമാരുടെ നൃത്തം കണ്ട് ഇങ്ങനെ ആസ്വദിക്കും. നമ്മൾ സിനിമയിലേക്ക് കണ്ടിട്ടുണ്ട്. അതുപോലെ എന്നെ കുറിച്ചുള്ള പാട്ട് തന്നെ പാടി. കാര്യം അത് ദേവേന്ദ്രനെ പൊഴുത്തിക്കൊണ്ടുള്ള പാട്ടൊക്കെ പാടിയ നൃത്തം ചെയ്യണമെന്ന് കേട്ടുള്ളൂ. അതുപോലെ പോരട്ടെ, ഇനിയും പോരട്ടെ. ഏതാ സിനിമ, എന്തൊരു പുട്ടൻ ഗജരാജ എന്നും പറഞ്ഞൊരു പാട്ടുണ്ട് ഒരു സിനിമയിൽ. ആരെ ഈ പക്രു ഒക്കെ ഈ രാജാവിനെ പുകഴ്ത്തി പാടൂ എന്ന് പറയുമ്പോൾ അങ്ങനെ പാടും. പക്ഷെ അതിനു മുമ്പ് ഈ CPM-ൽ വ്യക്തിപൂജ പാടില്ലെന്ന് തീട്ടൂരിറക്കിയ ആളാണ് ആര്? ഈ പിണറായി വിജയൻ. കണ്ണൂരിലെ ചെന്താരകം P. ജയരാജ്. ഇഷ്ടമല്ലാത്തവനെ കുറിച്ച് പാട്ടിറക്കിയോണ്ട് മാത്രമേ എന്നെ കുറിച്ചാകാം. P. ജയരാജനെ കുറിച്ച് പാട്ടും ബോർഡും ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ വന്ന സമയത്താണ് ഇത് പാർട്ടിയുടെ ശൈലിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി ഇതല്ല, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യതിയാനത്തിന്റെ ഒരു ചുവടുവെപ്പാണെന്ന് പറഞ്ഞാണ് അന്ന് അങ്ങനെയാണ് അത് തള്ളിക്കളഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ കാരണഭൂതനെ സംബന്ധിച്ചുള്ള പാട്ട് വരുന്നത്. പിണറായി വിജയനെ കുറിച്ചുള്ള പല പല വിശേഷങ്ങളിൽ പക്ഷേ ഏറ്റവും തിളക്കമാർന്ന, ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്ന് കാരണഭൂതൻ. അതോടുകൂടി അദ്ദേഹത്തിന് ഒരു പര്യായങ്ങളിൽ, ഒരുപാട് പര്യായങ്ങളുണ്ട്, വിളക്കൂതി വിജയൻ എന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആ പര്യായങ്ങളിൽ ഒന്നായി മാറി ഈ കാരണഭൂതൻ വിളി. കാരണഭൂതം എന്ന് ട്രോൾ ഭൂതത്തിലേക്ക് എത്തി. അപ്പൊ എന്താണെങ്കിലും ഈ പാറശാലക്കാര് ആണ് അവര് ഈ ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് ചെയ്യുന്നത്. ഏതായാലും ഇത് ഞങ്ങളായിട്ട് തുടങ്ങിയതാ, ഞങ്ങളായിട്ട് തന്നെ ഇത് തിരിച്ചെടുത്തിട്ട് ഇത് കടിച്ച പാമ്പുകൾ വന്ന് വിഷവിറക്കുന്നു. ആ ഏരിയ സെക്രട്ടറിയാണ് നേരത്തെ ഇത് നടത്തിയത്. അന്ന് ഇവിടുത്തെ സകല നിയമ സംവിധാനങ്ങളും വെല്ലുവിളിച്ചുകൊണ്ടാണ് കോവിഡ് കാലത്ത് കാലഘട്ടത്തിൽ 500-ലധികം സ്ത്രീകൾ ഒരുമിച്ച് പങ്കെടുത്തു. അതായത് 5 പേരും 10 പേരും കൂടുതൽ ഒരുമിച്ച് കൂടരുതെന്നും പൊതുസ്ഥലത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും പറഞ്ഞിടത്താണ് ഈ 502 പേരെ വെച്ച് അദ്ദേഹം കേരളത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു, രക്ഷകനാകാം. അതിന്റെ പേരിൽ അന്ന് കേസൊക്കെ വന്നു. പക്ഷെ കേസൊക്കെ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ആളൊന്നൊക്കെ 500 രൂപ വെച്ച് പിഴ ഈടാക്കിയേനെ. ഇത് പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതൊക്കെ തേഞ്ഞു മാഞ്ഞങ്ങ് പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് കിട്ടിയത് മിച്ചം. മാൻഡ്രേക്കും വിളക്കൂതി വിജയന്റെ ഒക്കെ കൂടെ ഒരു കാരണഭൂതൻ എന്നുള്ള ഒരു പേര് കൂടി കിട്ടി. അപ്പോൾ അതിന് കാരണഭൂതനായ ഈ അജയകുമാർ എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിയുടെ വിമർശനമാണ് ഇന്ന്
പിണറായി വിജയൻ പ്രതിപക്ഷത്തിരിക്കാൻ യോഗ്യനല്ല. MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. അതെ, മേലിൽ ഇയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പാടില്ല. ഈ സത്യത്തിൽ ഈ ആക്ഷേപം എന്താണ്? പാർട്ടിക്കകത്ത് ഉണ്ടാകാനേ പാടില്ല എന്നുള്ളതാണ്. അതെ. അപ്പം വളരെ രൂക്ഷമായിട്ട് നേതാക്കളെ, ഈ രണ്ട് നേതാക്കളെ, MV ഗോവിന്ദനെയും പിണറായി വിജയനെയും ഓരോ ദിവസവും ഓരോ ജില്ലാ കമ്മിറ്റികളും അവിടുത്തെ ഏരിയ കമ്മിറ്റികളും പഞ്ഞിക്കിടുന്നതിന്റെ വാർത്തകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് ഗോവിന്ദൻ തന്നെ അനുമതി കൊടുത്താണ്. നിങ്ങൾ സ്വതന്ത്രമായി പ്രതികരിക്കൂ, നിങ്ങൾ പ്രതികരിക്കൂ എന്ന് അഭിപ്രായങ്ങൾ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞു. അതെ. പിന്നെ പിന്നെ ശ്രീനിവാസ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഒരുപാട് രാഗങ്ങളുണ്ടല്ലോ, അത് ഭൂപാളം പോരട്ടെ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഇന്നലെ ഗോവിന്ദനും കിട്ടി കണക്കിന് അത് അടൂരിൽ നിന്ന്. അടൂരില് അവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗമാണ് ഗോവിന്ദനെ എടുത്തിട്ട് അലക്കിയത്. ചാം ചച്ച ചൂം ചച്ച ചുമറി ചച്ച ച എന്ന് പറയുന്ന പാട്ട് നമ്മുടെ സിംഗപ്പൂരിലെ ആ ജയന്റെ ആ പദചലനങ്ങൾ, പുള്ളിയുടെ ആ ഡാൻസും അതിലെ ആ വിദേശ നടിയുമായിട്ടുള്ള ആ ഡാൻസും ആ മ്യൂസിക്കിന്റെ ഇതും ഒക്കെ വെച്ചിട്ട് നമ്മളെ ഏറ്റവും അധികം, നമ്മളെപ്പോ ഈ പാട്ട് കേൾക്കുമ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താണ് ഇത്? പി ജയചന്ദ്രൻ ചേട്ടൻ പാടിയ പാട്ടാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഈ ചാം ചച്ച ചൂം ചച്ച എന്നാണ്, നമുക്ക് അറിയില്ല. അപ്പൊ പക്ഷെ എന്താണ് സംഭവം? അത് തന്നെയാണ് ആ സഖാവ് അവിടെ പറഞ്ഞത്. അവിടുത്തെ അടൂരിലെ പിന്നെ ഒരു പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്, ഇപ്പൊ എനിക്കൊന്ന് അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണെന്ന് തോന്നുന്നു, അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. പക്ഷെ ഇത്രയും നല്ല ഒരു ഉപമ. കാരണം ഈ പാട്ട് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അറിയത്തില്ല. അതുപോലെയാണ് ഗോവിന്ദന്റെ പത്രസമ്മേളനം. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അദ്ദേഹം പറയുന്നത് എന്താണെന്ന്. അല്ല, മാത്രമല്ല ഇടയ്ക്ക് വേറെ ജില്ലയിൽ പറഞ്ഞത് ഗോവിന്ദൻ എവിടെയെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ ഒറ്റ പ്രസംഗം മതി, അപ്പോൾ തന്നെ ഒരു 100-200 പേര്. അതാണ് അത് എടുക്കുമ്പോഴൊന്ന് കൊള്ളുമ്പോൾ ഒരു കോടി എന്നൊരു സിനിമാ പാട്ടുണ്ട്. ഇദ്ദേഹം ഒന്ന് നാക്ക് വളയ്ക്കുമ്പോഴത്തേക്ക് ഒന്നേ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ 10 പുറകെ ആൾക്കാർ വിട്ടുപോകുന്നു. ഇത്രയധികം അണികള് വെറുത്ത ഒരു കാലഘട്ടം CPM-ന്റെ ചരിത്രത്തിൽ. പിണറായി വിജയനോട് ഇറങ്ങിപ്പോകൂ കാരണഭൂത എന്ന് തന്നെ പറഞ്ഞിരിക്കുക. അല്ല, അത് അവരെ നിവർത്തിയിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ ആയിക്കോളാം അദ്ദേഹം തന്നെ കൈ ഉയർത്തിയതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അതെ, പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നു കൂടാ എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തുള്ളൂ. പക്ഷെ രണ്ടെണ്ണത്തിനെയും ഇല്ല, ജഗതി പറയുന്ന പോലെ ഇന്ന് ഇറങ്ങിക്കോണം ഈ വളപ്പിന്ന്, ഈ കുട്ടാരമുറ്റത്തുനിന്ന്, ഈ ടെറിട്ടറിന്ന് പറയുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവരോട് രണ്ടുപേരോടും ഈ പാർട്ടി സഖാക്കൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പൊ ഇറങ്ങിക്കോണം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുനിന്ന്, ഇപ്പൊ ഇറങ്ങിക്കോണം ഈ സെക്രട്ടറി സ്ഥാനത്തുനിന്ന്. അതെ, ഈ രണ്ടുപേരും പാച്ചുഗോപാലും കളിച്ചതിന്റെ പ്രശ്നമാണല്ലോ ഇതെല്ലാം. പാർട്ടി ഈ ഗതിയിലാക്കിയതിന്റെ പിന്നിൽ ഇവർ രണ്ടുപേരും തന്നെയാണ്. ബാക്കിയുള്ളവർ അവരുടെ സംഭാവന നൽകിയിട്ടുണ്ട്. പിണറായിയുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ അനുചര വൃന്ദങ്ങൾ, ഇവരെല്ലാവരും വലിയ തോതിലുള്ള സംഭാവന നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിന്റെ ആണിക്കൽ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തന്നെ. അല്ല, പാറശാലയിലെ വിമർശനം, അടൂരെ വിമർശനം, ഇന്നലെ കാസർഗോഡ് ഭയങ്കര വിമർശനമായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയാനന്ദ എന്ന് പറഞ്ഞ ആളാണല്ലോ മത്സരിച്ചത്. അയാൾക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ആദ്യം പറഞ്ഞതെന്നറിയോ, അവിടുത്തെ ഏറ്റവും വലിയ വിമർശനം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി CPM-ന്റെ പിരിച്ചുവിടണമെന്നായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ. അതിനകത്ത് അവർ പറഞ്ഞ ഒരു കാര്യം, ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചു വിട്ടാൽ മാത്രം പോരാ, ഈ രണ്ടുപേരെയും ഒഴിവാക്കണം. അപ്പോൾ അവിടുത്തെ സഖാക്കള് പയ്യന്നൂരിലും പിന്നെ ഈ തളിപ്പറമ്പിലും ഇവിടെ രണ്ടിടത്തും ഉണ്ടായ ഈ എതിർപ്പിന്റെ ഫലമായിട്ടാണ് ഈ മഞ്ചേശ്വരത്ത് ഇയാൾ 3-ാം സ്ഥാനത്ത്. അതിന്റെ പ്രത്യാഘാതമാണ് സംഭവിച്ചത്. തൃക്കരിപ്പൂര് പോയി സന്ദീപ് വാര്യർ ജയിച്ചില്ല. തൃക്കരിപ്പൂര് മത്സരം ജയിച്ച മണ്ഡലമല്ല, അതുവരെ കയ്യിൽ നിന്ന് പോയി. അതെ, തൃക്കരിപ്പൂര് പോലുള്ള മണ്ഡലം, അതിനോട് ചേർന്ന് കിടക്കുന്ന പിന്നെ മഞ്ചേശ്വരം എന്ന് പറയുന്നത് അടുത്ത അയൽ ജില്ല. ചില പ്രമുഖ CPM നേതാക്കന്മാരും മാധ്യമപ്രവർത്തകരോട് അടക്കം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ഈ TK ഗോവിന്ദനെ പോലെ ഒരാൾ നിർത്തി കൊടുത്തിരുന്നെങ്കിൽ തോറ്റുപോകുമായിരുന്നു. അതെ, TK ഗോവിന്ദനോ കുഞ്ഞികൃഷ്ണൻ വന്നാൽ മതിയായിരുന്നു, പിണറായി വിജയൻ തോറ്റുപോയത്. അത് തന്നെയാണ് ഈ സമ്മേളനങ്ങളിലും പറയുന്നത്. അപ്പൊ ഈ എല്ലാ സമ്മേളനങ്ങളിലും വന്ന് പറയുന്നത് പിണറായി വിജയന്റെ. അപ്പൊ നമ്മൾ ഓർത്തോണം, അനിവാര്യമായ പതനമാണ് അത്. ഇവർക്ക് രണ്ടുപേർക്കും മാത്രമല്ല, വേറെ ചിലർക്കും സംഭവിക്കുന്നുണ്ട്. ഇവർ പാലൂട്ടി വളർത്തിരുന്ന ഇവരുടെ കിങ്കരൻ അജിത് കുമാർ, ADGP. അതെ, ADGP MR അജിത് കുമാറിന് ഇതുപോലൊരു തട്ടുകേട് വരാനില്ല. അദ്ദേഹം വലിച്ചു കയറി റിപ്പോർട്ട് കിട്ടി അപ്പൊ തന്നെ വലിച്ചു കയറി. ഒന്നല്ല രണ്ടല്ല, ഒരുപാട്. ഇപ്പം നമ്മുടെ പിന്നെ ആലപ്പുഴയിൽ ആ യുവാക്കളെ മർദ്ദിച്ച രക്ഷാപ്രവർത്തനത്തിൽ അന്നത്തെ ആലപ്പുഴ SP ആയിരുന്ന ചൈത്ര തെരേസ ജോൺ നൽകിയ റിപ്പോർട്ട് അത് മുക്കി വേറെ റിപ്പോർട്ട് ഉണ്ടാക്കി. എന്നിട്ട് ഈ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി, അവിടുത്തെ DYSP ആയിരുന്ന സുനിൽ രാജ് എന്ന് പറഞ്ഞ ആളെ വിളിച്ചു വരുത്തി അതെല്ലാം കീറിക്കളഞ്ഞു.
ADGP പി വിജയന് അനുകൂലമായി വന്ന ഒരു റിപ്പോർട്ട് എന്നിട്ട് വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി അയാളെ സസ്പെൻഡ് ചെയ്യിച്ചു. ഓരോന്നായിട്ട് MR അജിത് കുമാറിന്റെ വിക്രിയകൾ അല്ലെങ്കിൽ അയാൾ കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ സ്വന്തം ഡിപ്പാർട്ട്മെന്റ്, സ്വന്തം സഹപ്രവർത്തകർ, ഒരേ റാങ്കിൽ പ്രവർത്തിക്കുന്നവരാണ് ADGP വിജയനും ഈ MR അജിത് കുമാർ. അവിടെ എപ്പോഴും ഈ അധികാര തർക്കം ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ പറയുന്നത് ഈ രാഷ്ട്രീയക്കാരന്റെ കാല് പിടിക്കുന്നത്. കാല് പിടിക്കാത്തവനെ മോശക്കാരനെ ചിത്രീകരിച്ച് പരമാവധി അപ്പൊ രാഷ്ട്രീയക്കാരൻ എന്റെ കാല് പിടിക്കാത്തവനാണ് ഞാൻ നോക്കി വെക്കാന്ന് പറയുമല്ലോ. ഈ MR അജിത് കുമാറിനെ പോലെയല്ല പി വിജയനെ നാട്ടുകാർക്ക് ഇഷ്ടം. അദ്ദേഹം വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചു വളർന്ന് സിവിൽ സർവീസിലെത്തിയ ഒരാളാണ്. അദ്ദേഹം വളരെ ജനകീയമായ ഒരുപാട് ജെന്റിലാണ്. ശബരിമലയിലെ നിരവധി പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. സ്റ്റുഡന്റ് അതെ, അല്ല ഈ അദ്ദേഹം ശബരിമല നടപ്പിലാക്കിയ പദ്ധതിയല്ല ഇയാൾ നിർത്തിയോടെ, മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിന് ADGP ക്രമസമാധാനം ഫുൾ ചുമതല കിട്ടിയപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ശബരിമലയുടെ മേൽനോട്ടവും ഈ MR അജിത് കുമാർ, ശബരിമലയിൽ അയാൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ ഇയാള് ADGP ശബരിമല മേൽനോട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ട്രാക്ടറിൽ അദ്ദേഹം സഞ്ചരിക്കാൻ ചെയ്തല്ലോ. അതെ, അതല്ലാതെ അവിടെ ഈ തീർത്ഥാടകരെ തടയുന്നു, ലാത്തിചാർജ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് അത് ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന പിണറായിയുടെ കിങ്കരൻ പാതി വഴിയിൽ വെച്ച് അയാൾക്ക് പണി കിട്ടി മാറേണ്ടി വന്നു. അതെ, അപ്പൊ ഇപ്പോഴാണ് അയാൾക്കെതിരെയുള്ള ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷിക്കാൻ വരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് വരുന്നത് പാറക്കൽ അബ്ദുള്ള അല്ലെ? പാറക്കൽ അബ്ദുള്ള നിവേദനം കൊടുത്തു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹം പരാതി നൽകി കഴിഞ്ഞു, ഒരു അടിയന്തരമായി അന്വേഷിക്കണമെന്ന്. കാരണം അത് ഒരു കേരളത്തിൽ വർഗീയ കലാപം പോലും ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാക്കിയ ഒരു പാവപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകൻ കാസിമിന്റെ പേരിലാണ് ഒരു വർഗീയ കലാപം സൃഷ്ടിക്കത്തക്ക രീതിയിൽ ഷാഫി പറമ്പിന്റെ എന്ന നിലയിൽ ഇവര് അന്ന് വടകരയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഇവര് സ്ക്രീൻഷോട്ട് ഇറക്കിയത്. ഇത് പ്രചരിപ്പിച്ചത് ലതിക എന്ന് പറയുന്ന CPM പിന്നീട് എല്ലാവരും ഇത് അപകടമാണ്, തട്ടിപ്പാണ് എന്നുള്ള കൃത്യമായ വിവരം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ മാത്രമല്ല ഇത് ഉണ്ടാക്കി ആരാണെന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയില്ല. അതെ, അതിനകത്തെ പ്രതികളെ എല്ലാം പോലീസ് കണ്ടെത്തിയാണ്. അതും അവര് അട്ടിമറിച്ചു. പക്ഷെ ഞാനിപ്പോൾ അറിഞ്ഞ ഒരു സംഭവം, ആലപ്പുഴയില് കേസ് ഡയറി ഇയാള് ഒതുക്കിയ കേസ് ഡയറി പുറത്തു വന്നിട്ടുണ്ട്. ഒറിജിനൽ കേസ് പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ കേസ് ഡയറി പോലീസുകാർ കൈവശം ഉണ്ടെന്ന് അറിയുന്നു. ഇത് എഴുതി തയ്യാറാക്കി വെച്ചിട്ട് അത് ഉണ്ടാക്കിയ ആൾക്കാർ സാധാരണ താഴോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും അവന്റെ സുരക്ഷിത നോക്കാൻ ഭാവിയിൽ വല്ല പ്രശ്നം വന്നാൽ അല്ല നോക്കുന്നില്ലെങ്കിൽ ഇനി നോക്കണം. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വന്നിട്ട്, ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വന്നിട്ട് അവിടെ ഇരിക്കുന്ന ആഭ്യന്തരമന്ത്രി എന്നുള്ളത് പിണറായി വിജയനായിരുന്നു. അയാളുടെ വകുപ്പ് ആഭ്യന്തരമന്ത്രി, അയാളുടെ ഈ ആഭ്യന്തരത്തിൽ മാത്രമല്ല പിണറായി വിജയൻ കൈയാളിയിരുന്ന ഓരോ വകുപ്പിലും എന്തു നടന്നു ഇന്ന് വരെ പിണറായി വിജയൻ അറിഞ്ഞു. ഏതാണ്ട് കൊണ്ടു കൊടുക്കും, അതിനടിയിലോട്ട് ഇയാൾ ഒപ്പ് ചാർത്തി വിടും. അല്ല, ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ പണ്ട് LK അദ്വാനി പറഞ്ഞിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരോട് ഇന്ദിരാഗാന്ധി കുനിയാൻ പറഞ്ഞപ്പോൾ അവരെ ഇഴഞ്ഞു വന്നു. അതെ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എല്ലാവരും കുനിഞ്ഞേക്കാൻ പറഞ്ഞു, പക്ഷെ അവരെല്ലാം തറയെ വീഴുന്ന ഇഴയായിരുന്നു. ഇഴയാത്ത ആളുകളെ തന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ വീട്ടിലിരുത്തി. അല്ല, ഒന്ന് ആലോചിക്കണം, P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി കയ്യിലായിരുന്നു കേരളത്തിന്റെ ഭരണം. അതായത് ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണോ അവിടെയാണ് ഭരണം ഇരിക്കുക. ഇയാളുടെ ഈ കേരളം ഇയാളാണ് ഭരിച്ചത്. അജിത് കുമാർ എന്ന് പറയുന്ന അയാളുടെ വിശ്വസ്തനായ കക്ഷി അയാളെ മുൻനിർത്തിക്കൊണ്ട്, ഈ അജിത് കുമാറിനെ മുൻനിർത്തിക്കൊണ്ട് കേരളം ഒട്ടാകെ എത്ര ഉദ്യോഗസ്ഥരെ ദ്രോഹിച്ചു, എത്ര സാധാരണക്കാരെ കള്ളക്കേസിൽ കുടുങ്ങി, എത്ര സാധാരണക്കാരെ കണ്ണുനീര് വീണു, ശാപം വീണു, എല്ലാം കൂടി ഒന്നിച്ച് ഒറ്റ വരവാണ്. ആ വരവിൽ അജിത് കുമാർ പെട്ടുപോയി. 2018 വെള്ളപ്പൊക്കം നേരിട്ട ക്യാപ്റ്റനാണ്. ഈ വെള്ളപ്പൊക്കത്തിൽ ജനങ്ങളെല്ലാവരും കൂടെ വോട്ട് ചെയ്ത് ഓടിച്ചു വിട്ട ഈ കനത്ത പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും പെട്ട് മുങ്ങിപ്പോയത്. ഇത് ഇത്തവണ പ്രളയമല്ലായിരുന്നു. കാരണം ഒരൊറ്റ CPM പ്രവർത്തകൻ പോലും ഇയാൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതല്ല ആരോ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഇയാൾ വന്നപ്പോൾ കൂവലുണ്ടായിരുന്നല്ലോ, അപ്പൊ അത് കണ്ണൂരിലെ സഹാക്കൾ വണ്ടിക്കൂലി മുടക്കി ഇവിടെ ഒന്ന് കൂവിട്ട് പോയെന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് മനസ്സറിഞ്ഞൊന്ന് കൂവണം. ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കൂവാണെങ്കിൽ ആരും അറിയത്തില്ല കോൺഗ്രസ്സുകാരാണെന്ന് കരുതിക്കൊള്ളു. എന്തൊക്കെ ബഹളമായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കുന്നു? എന്തായാലും പിണറായി വിജയന്റെ MB ഗോവിന്ദന്റെയും ചീട്ട് കീറി കൊടുത്തിരിക്കുകയാണ് സ്വന്തം പാർട്ടിക്കാർ. അവരൊരു മയവുമില്ല, ഒരു പേടിയില്ലാത്ത രീതിയിൽ കാരണഭൂതത്തെ എടുത്തിട്ട് അലക്കുകയാണ്. ഈ രണ്ടെണ്ണത്തിനെ ഈ പാർട്ടി എന്ന് പറഞ്ഞു വിട്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. പാലക്കാട് മനസ്സിലായി. CPM ശക്തി കേന്ദ്രമാണെന്ന് എപ്പോഴും അറിയപ്പെടുന്നത് പാലക്കാട് ഏരിയ കമ്മിറ്റിയിൽ പോലും ശക്തമായ യോജിപ്പുണ്ടായി. അവരും പറഞ്ഞു. പാലക്കാട് വന്നു. പിന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാതെ വലിയ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് 4ാം തവണയും അയാളുടെ അംഗത്വം
പുതുക്കുന്നത് സംബന്ധിച്ച് തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതാണ്. അപ്പം എന്താണെങ്കിലും പിണറായി വിജയനും എം വി ഗോവിന്ദനും അടങ്ങുന്ന നേതൃത്വം CPM-ലെ ഏകാധിപതിയും അയാളുടെ ശിങ്കടി ഇപ്പോൾ എല്ലാ രാജ്യത്തെയും ഇത്തരം ഏകാധിപതികൾ അങ്ങനെ തന്നെയായിരിക്കുമല്ലോ. അവരെ ശിങ്കടികളും അത് ചുറ്റും നിൽക്കുന്ന കുറച്ച്. അതായത് പിന്നെ എം വി ഗോവിന്ദന് സ്വന്തം വീട്ടിൽ നിന്ന് വരെ ട്രോള് കിട്ടി. മോൻ പറഞ്ഞു അച്ഛൻ കണ്ണാടി നോക്കാറില്ല, വല്ലപ്പോഴും കണ്ണാടി നോക്കണം, എങ്ങനെ പത്രസമ്മേളനം നടത്തണമെന്ന് ഞാൻ കൺഫ്യൂഷനിലാണെന്ന് വരെ ഇയാൾക്ക് പറയേണ്ടത്. ഇപ്പൊ വാ തുറക്കാൻ സാധിക്കുന്നില്ല, ഒന്നിനെക്കുറിച്ചും മിണ്ടാൻ സാധിക്കുന്നില്ല. എന്ത് പറയാനാ? ഇവരുണ്ടാക്കി വെച്ച സകലമാന നാശങ്ങളും തിരിച്ചിങ്ങോട്ട് വരുന്നു. അതിന്മേൽ UDF സർക്കാർ നടപടിയെടുക്കുന്നു. അതുപോലെ ആ യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ യദുവിന്റെ എന്താണെന്ന് ഈ പറയുന്ന ഗണേഷ് കുമാർ, ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ എന്താ പറഞ്ഞത്? ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 6 മണിക്കൂർ തുടർച്ചയായി ഈ യദു മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തത്. അതല്ലാതെ ഈ മേറെ പരാതിയിലല്ലെന്നാണ്. അതിന് തെളിവായിട്ട് അവർ പറഞ്ഞതെന്നാണെന്നറിയോ? കോൾ ഡീറ്റെയിൽസ് ഉണ്ട്, സിറ്റി പോലീസ് കമ്മീഷണർ എന്ന കോൾ ഡീറ്റെയിൽസ്. ഇപ്പൊ ഏതോ വിവരാവകാശം വെച്ച് ആ റിപ്പോർട്ട് എടുത്തപ്പോ അങ്ങനെ ഒരു കാര്യമേ അതിലില്ല. എന്തൊരു പച്ചക്കള്ളമാണ് ഗണേഷിനെ പോലെയുള്ളവരെ. ഗണേഷ് കള്ളം പറയുന്നത് നമുക്ക് വിഷയമല്ല, അയാളുടെ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ട അയാൾക്ക് കള്ളം പറയാം, അയാൾക്ക് തള്ളുകൾ നടത്താം. പക്ഷേ ഇതൊരു പാവപ്പെട്ട ഒരു ഡ്രൈവർ അന്ന് 750 രൂപയ്ക്ക് വേണ്ടി വണ്ടി പണിയെടുത്ത് കളഞ്ഞിട്ടാണ്, അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് അയാളുടെ ജീവിതമാർഗം എടുത്ത് കളഞ്ഞിട്ടാണ് ഈ പറയുന്ന കള്ളം പറയുന്നത് എന്ന് ഓർക്കണം. അതും തിരിച്ചിട്ട് ഈ കേസിൽ ഇടപെട്ട 3 പേര് ഇപ്പം ജോലിയില്ലാതെ വീട്ടിലിരിക്കുക തന്നെയാണ്. അതെ, മേറൂട്ടിയുടെ പോയി, ഭർത്താവും പോയി, നമ്മുടെ ഗണേഷ് കുമാർ, എല്ലാവരും സ്വസ്ഥം വിശ്രമിക്കുക അവർക്ക്. എന്താണെങ്കിലും അങ്ങനെ തിരിച്ചടികളുടെ ഒരു, അതായത് എല്ലാം പടപടയെന്നാ വരുന്നത്. ഇനിയും വരും, ഇനി ഒരുപാട് കേസുകെട്ടുകൾ അന്വേഷിക്കാനുണ്ട്. ഇനിയിപ്പം മന്ത്രി വാസവനെതിരെ അന്വേഷണം വരണമെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ കോട്ടയം ജില്ലയിൽ മന്ത്രി വാസവനെതിരെ ഉറപ്പായിട്ടും അന്വേഷണം വരണം. കാരണം അയാൾ ഈ പോലീസ് സംവിധാനം ഉപയോഗിച്ച് പത്തനംതിട്ട, അത് കോട്ടയം ജില്ലകളിൽ നിരവധി തരികിട പരിപാടികൾ നടത്തിയതായിട്ട് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട്, പരാതി ഉയർന്നിട്ടുണ്ട്. കോട്ടയത്തെ ഒരു ബാർ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. കാരണം ഇവർ ഈ അധികാര പദവികളിൽ എത്തിയോടുകൂടി സാധാരണക്കാരുള്ള ബന്ധം അങ്ങോട്ട് പിന്നെ മുതലാളിമാരുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അത്രേ നമ്മുടെ നാട്ടിലെ പ്രവാസി വ്യവസായികളുടെ അല്ലെങ്കിൽ മുതലാളിമാരുടെയൊക്കെ മക്കളെ കല്യാണത്തിന് ഇവർ നിരന്ന് നിന്ന് അടിമള പോലെ നിൽക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ടായിരുന്നു. അല്ല, നമ്മൾ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണഭൂതത്തിന് വേണ്ടി വിടുപണി ചെയ്ത, അല്ലെങ്കിൽ കാരണഭൂതത്തെ മറയാക്കിക്കൊണ്ട് തങ്ങളുടെ അജണ്ടകൾ സെറ്റ് ചെയ്ത് നടപ്പാക്കി എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. പണി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണഭൂതത്തിന് ആദ്യം പണി കിട്ടി, തൊട്ട് പുറകെ ഈ ആശാന്മാർക്കെല്ലാം ഇവരെ ഇവിടുന്ന് കട്ട് മോഷ്ടിച്ചു എല്ലാം കൊണ്ട് കൊടുത്ത സ്വന്തം വീട്ടുകാർ പോലും ഒരു പരിധി കഴിയുമ്പോൾ ഇവരെ തിരിഞ്ഞു നോക്കില്ല. അതായിരിക്കും അവസ്ഥ. കാരണം ഇവർ പലർക്കും സംഭവിക്കാൻ പോണത് ഇത്രയും ആളുടെ ശാപം ഏറ്റുവാങ്ങിയവർ പലരും നേരെ ചൊവ്വേ പോകാനുള്ള സാധ്യത അതാണ്. സ്വന്തം വീട്ടുകാർ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് ഇവർ പലരും പോകും. കാരണം ഇത് മുൻ അനുഭവങ്ങളുണ്ട്, അവർക്ക് തിരക്കി വയ്ക്കാൻ. അവരുടെ പേരൊന്നും പറയുന്നില്ല. ഇതുപോലെ തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് അത് താളത്തിനകത്ത് തുള്ളുകയും സ്വന്തം കാര്യം കാണുകയും അതെല്ലാം വീട്ടുകാരെ കൊണ്ട് കൃത്യമായി കൊടുക്കുകയും ചെയ്ത ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ പിന്നീട് അവർക്ക് സംഭവിച്ചതെന്നാണെന്ന് നമുക്കറിയാം. ശരിക്കും രമേശ് ചെന്നിത്തല വളരെ മികച്ച ഒരു രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ് ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിന് മുന്നിൽ ആദ്യം ചെന്നിരിക്കുന്ന പ്രശ്നം ഈ അജിത് കുമാറാണ്. അജിത് കുമാറിനെതിരെയുള്ള 2 സ്ട്രോങ് കേസുകളാണ് ചെന്നിരിക്കുന്നത്. എന്തായാലും അജിത് കുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യം നടപടി ഉണ്ടായാൽ ജനങ്ങൾക്കിടയിൽ സർക്കാരിന് വലിയൊരു അവമതിപ്പിനും കാരണമാകും. ഇന്ന് ചെന്നിത്തല പത്രസമ്മേളനം അടിച്ച് കസറിയായിരുന്നു അല്ലേ? മയക്കുമരുന്നിനെതിരെ അദ്ദേഹം തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പദ്ധതി ഇവരെ അടിച്ച് തൂഫാനാക്കാനുള്ള പരിപാടി നന്നായി. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ചർച്ചകൾ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ കുറച്ച് കാണിച്ചിട്ട് പിന്നീട് അത് കഴിയുമ്പോൾ കോംപ്രമൈസിലേക്ക് പോകുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് പിണറായി സംഘത്തിൻ്റെ ആൾ അടിച്ചേറ്റ് ദൂരെ ഇറങ്ങിയെന്നുള്ള കാര്യം ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് പ്രതികാരം ചെയ്യണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ സാധാരണക്കാരന് നീതി നിഷേധിക്കുക, അവനെ അങ്ങേയറ്റം ചവിട്ടിക്കൂട്ടുകയും ഈ തലയടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്ത എല്ലാവരെയും, അതുപോലെ അഴിമതി നടത്തിയവരെയും ക്രമക്കേട് നടത്തിയവരെയൊക്കെ തന്നെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം. ഈ ഓപ്പറേഷൻ കുബേരയാണ് അദ്ദേഹത്തിന്റെ ആദ്യം ബ്ലേഡ് വലിച്ചക്കാർ അന്ന് മൊത്തം ബ്ലേഡ് വലിച്ചക്കാരെയും അടിച്ചൊതുക്കി. പക്ഷെ ഈ ബ്ലേഡ് വലിച്ചക്കാർക്കും എല്ലാം കൂട്ടായിട്ട് ഗുണ്ടകളുണ്ട്. ഈ ഗുണ്ടകളും പോലീസുമായിട്ട് വലിയൊരു നെക്സസ് അന്നുണ്ടായിരുന്നു. അത് ഒരു പരിധി വരെയൊക്കെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഏറ്റവും മൂത്ത് കിടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 10 വർഷം കൊണ്ട് ലഹരി കടത്ത്, സെക്സ് മാഫിയ, ഗുണ്ടായിസം, അതുപോലെ ഈ പറയുന്ന പണം പലിശയ്ക്ക് കൊടുപ്പ്. അല്ല, അത് ഈ സാക്കളുടെ കയ്യിൽ ഇതിന്റെ എല്ലാം കൂടെ പണം കയ്യിൽ വന്നപ്പോഴേ ഈ പരിപാടി തുടങ്ങി. അതെ, ഈ ലഹരി കേസിൽ പിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ ഓപ്പറേഷൻ തൂഫാൻ വരുമ്പോൾ പിടിക്കുന്ന ആൾക്കാരെ കണ്ടോണം. ഇതിന്റെയൊക്കെ മൊത്ത കച്ചവടക്കാരെയും ഇതിന്റെയൊക്കെ വിപണനവും
ഇതിന്റെയൊക്കെ ക്യാരിയിങ്ങും എല്ലാം ഇതിനകത്ത് എല്ലായിടത്തും എവിടെങ്കിലും ഒരു യുവജന സംഘടനക്കാരൻ CPM-ന്റെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അത് മിക്ക സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇവർ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഇവരെ പിടിക്കേണ്ട അവസ്ഥയിലേക്ക്. ഏതായാലും രമേശ് ചെന്നിത്തല ശരിക്കും ഒരു തൂഫാനായിട്ട് തന്നെ വരണം, ഒരു കൊടുങ്കാറ്റായിട്ട് തന്നെ വരണം. കൊടുങ്കാറ്റായിട്ട് വന്ന് കേരളത്തിലെ ഒരു സമാന്തര സാമ്പത്തിക സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അത് ഈ CPM നേതാക്കളുടെ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ അവർ പങ്കുപറ്റിക്കൊണ്ട് നടത്തിയ ഈ മയക്കുമരുന്ന്, സെക്സ് മാഫിയ, അതല്ലെങ്കിൽ മറ്റുള്ള എല്ലാ തട്ടിപ്പുകളുടെയും പാറക്കോറ എല്ലാം ഉണ്ടല്ലോ, ഇവരുടെ എല്ലാവരുടെയും പങ്കാളിത്തമുള്ള ഈ തട്ടിപ്പ് പരിപാടികൾ അതിൻ്റെ ഫലമായി കിട്ടിയ പൈസ എടുത്ത് പലിശയ്ക്ക് കൊടുക്കുകയും അതല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മയക്കുമരുന്ന് ബിസിനസ്സിനൊക്കെ മുടക്കുകയും ചെയ്തിട്ടുള്ള ഇതിൻ്റെ കളികളെല്ലാം പുറത്തു കൊണ്ടുവന്ന് അതിന് ശക്തമായ നടപടി സ്വീകരിക്കണം. അതിന് ആർജവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത്. ഇപ്പോഴും ഈ മന്ത്രിസഭ അധികാരത്തിലെത്തിയിട്ട് ഇപ്പോഴും പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത് പഴയ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അതുപോലെ ആഭ്യന്തര സെക്രട്ടറി ഒന്നും ഇതുവരെ നിയമിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ എന്തോ കുന്നത്തുനാട്ടിൽ നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ആ കുടിയൊഴിപ്പിക്കൽ പരിയത്തുകാവിൽ നടന്ന ആ കുടിയൊഴിപ്പിക്കൽ ഇത്രയും അലങ്കോലപ്പെടുത്തിയത് പിണറായിയുടെ പോലീസാണ്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം മാറിയെങ്കിലും പോലീസ് പിണറായിയുടെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അവര് കരുതി കൂട്ടി ഈ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടി തല ഉയർത്താൻ പറ്റാത്ത പോലെ അടി കിട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരം ഒരു വിഷയം ഉണ്ടാക്കി മുഖം രക്ഷിച്ചുകൊണ്ട് പതുക്കെ ഒരു സമരം നയിച്ചുകൊണ്ട് വരാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. ആദ്യത്തെ ദിവസം ജനങ്ങൾ ഓടിച്ചു. അന്ന് അവിടെ മുൻ MLA നാട്ടുകാർ ചോദിച്ചു, താൻ ഇത്ര നാൾ അവിടെ കിടക്കാനെന്ന് ചോദിച്ചു. അപ്പൊ അടിയന്തരമായിട്ട് വേണ്ട ഒരു കാര്യം, ഈ ഉദ്യോഗസ്ഥരെ മൊത്തം, അതായത് CPM-നൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങളെ ദ്രോഹിച്ച ഉദ്യോഗസ്ഥരെ മുഴുവൻ കാര്യകാരണ സഹിതമായി ഇവരെയൊക്കെ സ്ഥലം മാറ്റാനും ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാനും നിൽക്കാവും. കാരണം ഇവരെല്ലാം ഇപ്പം ഇവരൊരു ഗ്യാങ് ആയിട്ടൊരു ഈ ഇടതുപക്ഷ സംഘടനകളുണ്ടല്ലോ, സർവീസ് സംഘടനകൾ, അവരിപ്പം എല്ലാവരും അവരുടെ ഈ ഫേസ്ബുക്ക് പേജുകളിൽ കാണാം, എല്ലാവരും ട്രിബ്യൂണലിനെ സമീപിക്കും, സ്ഥലം മാറ്റും, നിങ്ങൾ ട്രിബ്യൂണലിനെ സമീപിക്കും. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങളിരുന്ന സമയത്ത് നിങ്ങൾ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അസുഖബാധിതരെയും ഭിന്നശേഷിക്കാരെയും എന്തിന് നിങ്ങളിൽ ഒരുത്തനായിട്ടുള്ള ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച വിഷയങ്ങളുണ്ടായിട്ട് നിങ്ങളൊക്കെ എന്താണ് അന്ന് ഇവിടെ ചെയ്തത്? ഇപ്പൊ പിന്നെ നിങ്ങൾ ആരെയും നിങ്ങൾക്ക് പേടിച്ചാൽ മതി. കാരണം നിങ്ങളുടെ കൂടെ നിന്നവരെ എല്ലാം നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാണ് നിർത്തിയിട്ടുള്ളത്. അതുപോലെ സിദ്ധാർത്ഥന്റെ മരണം, അതെ, ഒരുപാട് പേരുടെ ഇത്തരത്തിലുള്ള അസംശയകരമായ മരണങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ തന്നെ ചൂട്ടുപിടിച്ചു കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായി തന്നെ മാറ്റുകയും അക്കാര്യത്തിൽ മിക്കവാറും ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ തന്നെ രാഖിരാമാനെ ഈ രാഷ്ട്രീയക്കാരന്റെ കാല് വീഴാൻ പോയി കാണും പലരും. അല്ല, ഇവരോട് ഇപ്പൊ പറഞ്ഞിരിക്കുക ട്രിബ്യൂണലിൽ പോകാനാണ്, അല്ലാതെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അവിടെ ചെല്ലുമ്പം പിന്നെ സന്ദേശ സിനിമയിലെ ഇയാളുടെ അവസ്ഥയാകും, മാള അരവിന്ദന്റെ അവസ്ഥയാകും. അതുകൊണ്ടാണ് ഇപ്പൊ എന്താണെങ്കിലും ശരി, നമുക്കിനി കൂടുതൽ 1-2 വിഷയങ്ങൾ കൂടി പരാമർശിച്ചു പോകേണ്ടതായിട്ടുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CBSE പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഒരു ദുര്യോഗം എന്നേ പറയാൻ പറ്റൂ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ മാധ്യമങ്ങളൊക്കെ അക്കാര്യം നമ്മൾ നേരത്തെ ഈ വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പലരും അത് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ലെന്ന്. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്നത് CBSE സിലബസ്. അവിടെ സംഭവിച്ചൊരു വലിയ ദുരന്തമാണ്. ഇത് കേന്ദ്ര സർക്കാർ അടിയന്തരമായി അടിയന്തര നടപടി സ്വീകരിക്കണം. പേപ്പർ വാല്യുവേഷന് അവർ സ്വീകരിച്ച ആ ഒരു രീതി അത് എന്തുമാത്രം വലിയൊരു പരാജയമായി മാറി എന്നുള്ളതാണ്. അല്ല, വേറൊരു കാര്യം കൂടി ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കണം. വിദേശത്തുള്ള കുട്ടികൾക്ക് CBSE പരീക്ഷ എഴുതാതാണ് അവർക്ക് കഴിഞ്ഞ കോവിഡ് സമയത്തെ പോലെ എഴുതാതെ പാസ്സാക്കിയ ഒരു സമയമുണ്ടല്ലോ. ഇപ്പൊ ഈ ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശത്ത് പഠിച്ചിരുന്ന CBSE പരീക്ഷ എഴുതിയ പിള്ളേർക്ക് പരീക്ഷ എഴുതേണ്ടി വന്നിട്ടില്ല. അവരെ മാർക്കിന്റെ അനാലിസിസ് വെച്ച് അവർക്കെല്ലാം ഉന്നത മാർക്കുമുണ്ട്. ഇവിടെ പരീക്ഷ എഴുതിയ കുട്ടികൾക്കെല്ലാം മാർക്ക് കുറഞ്ഞിരിക്കുന്നത്. ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് വരെ 80% താഴേക്ക് മാർക്ക്. ഇത് കേന്ദ്ര സർക്കാരിനോട് നേരത്തെ പല സംഘടനകൾ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ പറയുന്നത് ഇനി തുടരുമെന്നാണ്. അത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ്. അതെ, സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? ഓൺ സ്ക്രീൻ മാർക്കിംഗ്, അത് എന്തൊരു നമുക്കിപ്പോഴും ഇത് മനസ്സിലാവുന്നില്ല. അത് ആശയം നല്ലതാണെന്ന് തോന്നുന്നു, പക്ഷേ അത് ഇനി അങ്ങോട്ട് വരുന്ന ഡിജിറ്റൽ യുഗത്തിൽ നല്ലതാണ്. പക്ഷേ അതിൻ്റെതായ രീതിയിൽ ഇത് ചെയ്യണം, വ്യക്തത വേണ്ട. ആളൊക്കെ കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ സംഗതി. എന്താണെന്ന് വെച്ചാൽ അതായത് കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്ത് ഇവർക്ക് വാല്യുവേഷൻ അയച്ചു കൊടുക്കുന്നു. അവിടെ വരുമ്പോൾ ഈ വാല്യുവേഷൻ വന്ന് ആൾക്കാർ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ഇത് വ്യക്തമല്ല. ഒന്നാമത് എന്താണ്, ഹാൻഡ് റിട്ടൺ ആണ്. ഹാൻഡ് റിട്ടൺ നമുക്കറിയാം. അത് മാത്രമല്ല, എല്ലാ പ്രതലം ഒരു നല്ല സ്കാനറിൽ വെച്ച് കൃത്യമായ റെസൊല്യൂഷനിലും കൃത്യമായ ലൈറ്റിലും ക്ലിയർ ചെയ്തും വേണം ഒരു പേജ് പ്രിന്റ് അടിക്കാൻ, സ്കാൻ ചെയ്യാൻ. അങ്ങനെ ലക്ഷക്കണക്കിന് കുട്ടികൾ, 4 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ ഓരോ കുട്ടിയുടെ ഉത്തരക്കടലാസ് എടുത്ത് ഇതുപോലെ സ്കാൻ ചെയ്ത് വരണമെങ്കിൽ എത്ര വർഷങ്ങൾ പിടിക്കും ഇത്രയും കൃത്യമായിട്ട്? അത് ഓരോ സബ്ജക്റ്റിന്റെ തന്നെ. അപ്പോൾ ഇവർക്ക് കിട്ടിയതുപോലെ ഇവരെടുത്ത് പടം വെച്ച് അയച്ചിട്ട് എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ
ഈ പറയുന്ന ഉത്തരങ്ങളൊന്നും തെളിഞ്ഞില്ല. അത് തെളിയാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? അധ്യാപകർ മൂല്യനിർണ്ണയം ചെയ്യുന്നവർ അത് ഇൻഡു ഇട്ടിട്ട് പൂജ്യം ഇട്ടു. അല്ല, ഈ എത്ര കുട്ടികളുടെ ഭാവിയാണ് ബാധിക്കുന്നത് ആലോചിക്കണം, ഈ രാജ്യത്ത് മൊത്തമായിട്ട്. ഇത് വലിയ തോതിലുള്ള വിമർശനം കേന്ദ്ര സർക്കാരിന് എതിരാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ ഒരു നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെ കുറിച്ചുള്ള വാർത്ത പുറത്തുനിന്ന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇതും കൂടെ വന്നിരിക്കുന്നത്. അത് ഈ പറയുന്ന മാർക്ക് ഷീറ്റ് പിന്നെ എടുപ്പിക്കാൻ പറ്റും. അതായത് പരീക്ഷ പേപ്പർ എടുപ്പിക്കാൻ പറ്റും. അത് അങ്ങനെ എടുപ്പിച്ച കുട്ടികൾ ഞെട്ടിപ്പോയി. അവരെഴുതിയത് അവർക്ക് വായിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഈ എന്താണ് ഓരോ പേപ്പറിനും കൊടുക്കേണ്ട തുക 100 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഈ തുക അടച്ച് ഇത് പേപ്പർ എടുപ്പിക്കാൻ വേണ്ടി തുക അടച്ച് രജിസ്റ്റർ ചെയ്യാൻ പോർട്ടലിൽ കയറി നോക്കുമ്പോൾ എല്ലാം പൂർത്തിയാക്കി പണം അടയ്ക്കുന്നിടത്ത് ചെല്ലുമ്പോൾ ഈ 100 രൂപ എന്നുള്ളത് 8,000 രൂപ 1 ലക്ഷം രൂപയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് അവിടെ എററാണ്. കാരണം രാജ്യത്തുള്ള മുഴുവൻ കുട്ടികളും പേപ്പർ എടുപ്പിക്കാനായിട്ട് നീങ്ങുകയാണ്. എത്ര രൂപയുടെ അധിക ബാധ്യതയാണ് ഇത്? സർക്കാരിനൊരു വലിയ കോള. അതെ, അത് പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വകുപ്പുകളും അവർ വളരെ ഭംഗിയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇമാതിരി ഒരു നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആള് മുഴുവൻ എതിരാവും. അതാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആളാണ് കേന്ദ്രമന്ത്രി. ഈ നീറ്റ് പരീക്ഷ കാരണം വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് ഇവിടുത്തെ കുട്ടികൾ. ഒരുപാട് പേര് ആത്മഹത്യയുടെ വക്കിലാണ്. ഇവർക്കൊക്കെ അന്ന് ആപ്ലിക്കേഷൻ ഫീസ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് തിരിച്ചു കൊടുത്തുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് പഠിച്ച് എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞതോടെ ഇതിന്റെ എല്ലാം മറന്ന് എത്ര വർഷത്തെ അധ്വാനമാണ്. എത്ര വർഷത്തെ അധ്വാനം. അവരെ ഈ +2 കഴിഞ്ഞിട്ടാണോ ഇനി അടുത്ത, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണോ അടുത്ത അവരെ ഭാവി നിശ്ചയിക്കുന്ന തലങ്ങളിലേക്ക് കടക്കേണ്ട, ആ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇത്രയും കുറഞ്ഞ മാർക്കാണെങ്കിൽ ഇതെന്തോ ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് OSM ഇത് വലിയൊരു തുഗ്ലക്ക് പരിഷ്കാരമാണ്. കുട്ടികൾ നേരെ ചൊവ്വ എഴുതിയ പേപ്പർ നേരിട്ട് അധ്യാപകർക്ക് ഒന്നുകിൽ കേന്ദ്രീകൃത വാല്യുവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഡീസെൻട്രലൈസ് ചെയ്ത് അതാത് സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യണം. ഇതിപ്പോ എന്താണ് ചെയ്യുന്നത്? ഇത് സ്കാൻ ചെയ്യുകയാണ്. സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്കാൻ ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ അയച്ചു കൊടുത്തതിനകത്ത് മുക്കും മൂലയില്ല. ചിലരുടെ പേപ്പറിന്റെ ഒക്കെ പകുതിയേ ഉള്ളൂ. പിന്നെ അതല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾ പറയുന്നത് ഞങ്ങൾ പേപ്പർ തിരികെ എടുപ്പിച്ചു, 100 രൂപ അടച്ച് പേപ്പർ ഞങ്ങൾ തിരികെ വാങ്ങിയപ്പോൾ എന്താ അത് ഓൺലൈനിലാണ് കൊടുക്കുന്നത്. ആ സ്കാൻ ചെയ്ത പേപ്പർ വായിക്കാൻ പറ്റും. 99% മാർക്ക് കിട്ടേണ്ട കുട്ടികളൊക്കെ 80% താഴേക്ക് പോയിരിക്കുകയാണ്. വലിയ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിലെ ഒട്ടുമിക്ക മന്ത്രിമാർ നല്ല പ്രൊഫഷണൽസ് ആണ്, നല്ല അക്കാഡമിക് പശ്ചാത്തലമുള്ള വളരെ മിടുക്കരായ ആളുകളാണ് കേന്ദ്രമന്ത്രിമാർ പലരും. അവരെങ്കിലും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കും. അല്ല, ഇതിപ്പോ എന്താണ് എരുതിയിൽ എണ്ണ ഒഴിച്ച ഇപ്പൊ പുതുതായിട്ടൊരു പാർട്ടി വന്നിട്ടുണ്ടല്ലോ, CJP. അതെ, CJP അതെന്താ പറയുന്നത്, ഒരു ആക്ഷേപഹാസ്യമാണ്, സറ്റേറിക്കൽ പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ഇതിന് പാകിസ്ഥാനിൽ ഇന്ന് വാർത്ത കണ്ടു, പാകിസ്ഥാനിൽ ഇതിന്റെ പോഷക സംഘടനകൾ രൂപം കൊണ്ടിരിക്കുന്നു. കോക്രോച്ച് അവാമി പാർട്ടിയും കോക്രോച്ച് അവാമി ലീഗും അതുപോലെ സമീപത്ത് കാലത്തുള്ള എല്ലായിടത്തേക്കും വരുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം? ഇത് ഈ കോക്രോച്ച് പാർട്ടിയിലേക്ക് ഈ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടി ഒരു 2 കോടി കഴിഞ്ഞു. ഈ 2 കോടി കഴിഞ്ഞിടത്തേക്ക് ഈ എരുതിയിൽ എണ്ണ എന്ന പോലാണ് അതിന് റിസൾട്ട് വന്നിരിക്കുന്നത്. ഈ CBSE പരീക്ഷ പേപ്പറിലെ മൂല്യനിർണ്ണയത്തിലെ അബദ്ധം. ഇനി വീണ്ടും ഇത് മൂല്യനിർണ്ണയം മൊത്തം രാജ്യം മുഴുവൻ ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്കാണ് ഇത്. അപ്പോഴത്തേക്ക് കുട്ടികളുടെ അവസരങ്ങൾ പോവാണ്. നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അതല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനമോ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖം. അല്ല, അത് ഇപ്പം പറയുകയാണെങ്കിൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന് പറഞ്ഞ് SFIക്കാർ ഇവിടെ കാര്യമില്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് എത്തണം. ഇത് പൂർണ്ണമായിട്ടും മൊത്തം കുട്ടികളുടെയും പേപ്പർ വീണ്ടും വാല്യുവേഷൻ ചെയ്യേണ്ടി വരും. പക്ഷെ അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് അറിയോ? ഇവിടുത്തെ ഉപരിപഠനത്തിലുള്ള അവസരം കഴിഞ്ഞു പോവുകയാണ്. ഈ കുട്ടികളെ എന്ത് മെറിറ്റില്ല, അതായത് 99% മാർക്ക് വാങ്ങേണ്ട കുട്ടി പോലും 80% മാർക്ക് വാങ്ങി അവനൊരു പഠനത്തിൽ നിന്ന് പിന്തള്ളപ്പെടും. ഇതിന്റെ ഭവിഷ്യത്ത് വളരെ രൂക്ഷമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന എത്രയോ ഇരട്ടിയാണ് ഇതിന്റെ ഭവിഷ്യത്ത്. അത് ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുകയും അടിയന്തര നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണം. അല്ലെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ കുട്ടികളുടെ ഭാവി അവതാളത്തിലാവും. അതാ ഇപ്പം നമ്മൾ പറഞ്ഞു, ഈ കോക്രോച്ച് പാർട്ടി പറഞ്ഞില്ലേ, അതിനകത്ത് അവർ ആദ്യം പറഞ്ഞ സംഭവം നീറ്റ് പരീക്ഷയുടെ കുട്ടികളുടെ ക്രമക്കേടായിരുന്നു. അതായത് തൊഴിലില്ലാത്തവരുടെ കൂട്ടം പാറ്റകളെ പോലെ അലഞ്ഞു നടക്കുന്നു, ഒരു പണിയില്ല, ഇവർ മൊബൈലിൽ വിവരാവകാശം നടത്തുന്നു, അവരവരുടെ മാനവവിഭവശേഷി ഇല്ലാതാക്കി. അങ്ങനെയാണ് ഈ പാറ്റ പാർട്ടിയുടെ രൂപീകരണം ഉണ്ടാകുന്നത്. അപ്പൊ ഞങ്ങൾ തൊഴിലില്ലാത്ത ഏതാനും പാറ്റകൾ എന്നും പറഞ്ഞാണ് അവർ തുടങ്ങിയത്. ഇപ്പൊ എന്താ സംഭവിച്ചു? കേന്ദ്ര സർക്കാരിനെതിരെ തന്നെ ഒരു വലിയ ഒരു പ്രക്ഷോഭമായി ഇത് മാറാൻ പോവുകയാണ്. കുട്ടികളുടെ വീട്ടുകാരെല്ലാം തന്നെ എതിരാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കേണ്ടത്. അപ്പൊ ഈ CJP പോലെയുള്ള അപകടകരമായ ആൾക്കാർക്ക് എറിയാനുള്ള വടി കൊടുക്കരുത്, എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാനുള്ള വഴി വെച്ചു കൊടുക്കരുത്. കാരണം
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് പ്രത്യേകിച്ച് അടുത്ത തലമുറയുടെ ഭാവിയാണ്. ഈ നീറ്റ് പരീക്ഷയാണെങ്കിലും ശരി, CBSE ആണെങ്കിലും ശരി, അടുത്ത തലമുറയുടെ ഭാവിയാണ്. ആ കുഞ്ഞുങ്ങൾ ഇപ്പം എന്റെ മകനോ മകളോ ഈ ഇപ്പൊ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല. എങ്കിൽ പോലും എനിക്കറിയാം ഈ നിൽക്കുന്ന ലക്ഷക്കണക്കിനായ കുഞ്ഞുങ്ങളുടെ ഭാവി, അതായത് 13,000 പേപ്പർ മാത്രമാണ് ഇവർ മാനുവലി നോക്കിയിട്ടുള്ളത്. ബാക്കി ലക്ഷക്കണക്കിന് പേപ്പർ ഡിജിറ്റലി പോയിരുന്നു. അതിൽ തന്നെ തെളിയാതെ പോയ പേപ്പറുകൾ നിരവധിയുണ്ട്. ഇനിയും വേറെ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഈ അധ്യാപകർ മനസ്സിലായില്ലെങ്കിലും മാർക്കറ്റ് കൊടുത്ത് പാസ്സായ ആൾക്കാരും ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോയ ആൾക്കാരും ഉണ്ട്. എന്താണെങ്കിലും വളരെ ഗൗരവകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ രക്ഷകർത്താക്കൾ ഇതിനകത്ത് പ്രതികരിക്കാനായിട്ട് രംഗത്ത് വരണം. ഇതൊരു പക്ഷേ ഒരു വലിയ മൂവ്മെന്റ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നിപ്പം മാധ്യമങ്ങളെല്ലാം ഏറ്റുപിടിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്രയും വലിയ ഒരു നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അത് പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.